ഒന്നിച്ച് ഒരു 30 ദിവസത്തെ ഹെയർ കെയർ ചെയ്യാട്ടോ. ഇപ്പൊ മുടി കൊഴിച്ചിലായിക്കോട്ടെ, താരനായിക്കോട്ടെ, മുടിക്ക് ഉള്ളില്ല, പിന്നെ മുടിയുടെ ഡ്രൈനെസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാം. അപ്പൊ ഇന്ന് ഓയിൽ തേക്കുന്ന സമയത്ത് എന്റെ മുടി പൊഴിഞ്ഞതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെയർ ഫോൾ ഉണ്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷണറാണ് കേട്ടോ നമ്മൾ ഇന്ന് മുടിയിൽ ഉപയോഗിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്, കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും. ഇപ്പൊ ലീവൊക്കെ ആയതുകൊണ്ട് എന്തായാലും വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാനും തിരക്കിലായിരുന്നു കേട്ടോ, വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ ആയി എന്നോട് പറയുന്ന കാര്യമാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നീട്ടി വെച്ചത്. പിന്നെ മഴയൊക്കെ പോയും തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ ചലഞ്ചിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ 30 ദിവസത്തെ ഹെയർ കെയർ ഉണ്ടാവും. അതിനകത്ത് 15 ഹെയർ പാക്കുകളാണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നമ്മുടെ മുടിയിൽ ഹെയർ പാക്കുകളും കാര്യങ്ങളും ചെയ്യുന്നത്. ഡെയിലി നമ്മുടെ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 30 ദിവസം ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഹെയർ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ നമുക്ക് ഹെയർ കെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു 30 ദിവസത്തിൽ നിങ്ങളുടെ മുടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ആർക്കും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ ഒരുപാട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വേഗം നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ 1 എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എല്ലാ പ്രാവശ്യവും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ തുടങ്ങുള്ളൂ. ഇപ്രാവശ്യം നമുക്ക് അതുപോലെ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ കരിഞ്ജീരക എണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കരിഞ്ജീരക എണ്ണ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമുക്ക് മുടിയിൽ ഇന്ന് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ഓയിൽ എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ സ്കാൽപ്പ് മുടി നന്നായിട്ട് മോയ്സ്ചർ ആവുന്ന രീതിയിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണം. അതിനനുസരിച്ച് നമ്മൾ ഓയിൽ എടുക്കുക കേട്ടോ. അപ്പം ഞാനിതവിടെ ഏകദേശം എൻ്റെ മുടിക്ക് വേണ്ടിയിട്ടൊരു 4 സ്പൂൺ അളവിൽ, ഇത്ര അളവ് കറക്റ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പം ഞാനിതാ ഒരു 4 സ്പൂൺ അളവിലൊക്കെ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇന്ന് കാസ്റ്റർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആവണക്കെണ്ണ അങ്ങനെയല്ലേ പറയാ. അപ്പോൾ നിങ്ങൾ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് കുറേ പേര് ചോദിക്കുന്നതാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആവണക്കെണ്ണ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പൊ ഒരുപാട് അളവിലാവരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഏകദേശം ഒരു 4 സ്പൂൺ അളവിലാണ് ഹെയർ ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ 4ൽ 1 ഭാഗം മാത്രമേ നമ്മൾ പിന്നെ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ 4 സ്പൂൺ ഓയിലാണെങ്കിൽ 1 സ്പൂൺ അളവിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ആ ഒരു അളവിൽ നിങ്ങൾ ചേർക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എൻ്റെ കൂടെ ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് കാസ്റ്റർ ഓയിൽ ചേരുമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കട്ടെ. കാരണം നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് എടുത്ത് ഞാൻ പറയുന്നത്. പിന്നെ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ട് തന്നെ നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ടില്ലേ, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഓയിൽ മാത്രമായിട്ട് എടുത്താൽ മതി. അപ്പോൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ചൂടാക്കുന്ന കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് ചൂടാക്കണേ അങ്ങനെ ചൂടാക്കാം, വെയിലത്ത് വെച്ച് ചൂടാക്കണേ അങ്ങനെ ചൂടാക്കാം, അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് ചൂടാക്കണേ അങ്ങനെ ചൂടാക്കാം. ഡയറക്റ്റ് തീയിൽ വെച്ച് ചൂടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിതാ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ചൂടോടെ തേക്കരുത്. നമ്മുടെ സ്കാൽപ്പിലേക്ക് പറ്റുന്ന ഒരു ലൈറ്റ് ചൂടില്ലേ, ആ ലൈറ്റ് ചൂടോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ മുടിയിലേക്ക് ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീക്കി കെട്ടുകളയുക. താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ചീപ്പ് ഉപയോഗിച്ചിട്ട് താരൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മുടിയൊക്കെ ചീകി വെച്ചുകൊണ്ട് മുടി ചീകുന്നില്ല. അപ്പോൾ നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വെറുപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഡീപ്പ് ഹെയർ ഓയിലിംഗ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം. മെയിനായിട്ട് ഈ താരൻ എന്ന് പറഞ്ഞാൽ ചിലർ പറയും താരനല്ലേ ചേച്ചി ചെറുങ്ങനെ വെള്ള പൊടിയാന്ന്. നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ടും അങ്ങനെ പൊടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നു പോവുകയാണ് കേട്ടോ. ഞാൻ ചെയ്യാം. അപ്പോൾ ഫുഡിൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നമ്മുടെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ ഫുഡ് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഫുഡ് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക കേട്ടോ. വെള്ളം കുടിച്ചാൽ തന്നെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക.
പിന്നെ എല്ലാവരും നമ്മളിങ്ങനെ ഒരു ചലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചേച്ചി അടുത്ത ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് എല്ലാവരും പറയും കേട്ടോ. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ചലഞ്ച് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചലഞ്ചൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് നിങ്ങൾക്കും ഇഷ്ടം എന്ന് അറിയാം. എന്നോട് പറയുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ചലഞ്ച് വേണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ. നമ്മുടെ ചലഞ്ചിൽ അങ്ങനെ നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇപ്പം എന്താ പറയുക, ഇന്ന പാക്ക് തന്നെ ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാട്ടെ. ഇപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കയ്യിൽ കാസ്റ്റർ ഓയിൽ ഇല്ല, വെറും ഹെയർ ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പാക്കുകൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ചിലർ എനിക്ക് അങ്ങനെ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത പാക്കല്ലേ, പിന്നെ ഇത് ചെയ്തത് തന്നെ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കുക, അങ്ങനെയൊക്കെ ചില കമൻറ്റുകൾ വരാറുണ്ട്. അത് ചലഞ്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതലും വരാറുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള പാക്കുകൾ ചെയ്യുക, എന്താ പറയുക, പുതിയ പാക്കുകൾ പരീക്ഷിക്കുക, അങ്ങനെയല്ല. നമ്മൾ റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റുട്ടീൻ ബേസിൽ മാത്രമാണ് നമ്മുടെ ചലഞ്ച് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ പരീക്ഷണമായിട്ട് വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ മുമ്പ് ചെയ്ത പാക്കുകൾ തന്നെ ആയിരിക്കും, പക്ഷെ അതൊരു ഓർഡറിൽ ഒരു റുട്ടീൻ ബേസിൽ ഒരു 30 days ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആയിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമുള്ളവർ, നിങ്ങളുടെ മുടിക്ക് ഇപ്പോൾ എന്ത് പ്രശ്നമായിക്കോട്ടെ, മുടി കൊഴിച്ചിലായിക്കോട്ടെ, താരൻ്റെ പ്രശ്നമായിക്കോട്ടെ, മുടിക്ക് ഉള്ളില്ല എന്ന് പറയുന്നവരായിക്കോട്ടെ, എന്താണെങ്കിലും ഈ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. മുടി കൊഴിച്ചിലും താരനും മാറിയാൽ തന്നെ ഉറപ്പായിട്ടും നമുക്ക് മുടി വളരും. അപ്പം ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും നമ്മുടെ ചലഞ്ച് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ ചെറിയ കുട്ടികൾ ചെയ്യരുത് കേട്ടോ. ഒരു 13 വയസ്സിന് മുകളിലേക്ക് ഏത് പ്രായക്കാർക്കും. അത് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം. ഇപ്പം തണുപ്പൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും 30 ദിവസം കൊണ്ട് ആ ഒരു ഉറപ്പ് ഞാൻ തരാം. നിങ്ങളുടെ മുടിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളല്ല, ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചൽ, താരൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഈ 30 ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ചലഞ്ച് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായിട്ട് തന്നെ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കണം. ഓയിൽ തേക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിത് ആ സ്കാൽപ്പിൽ എല്ലായിടത്തും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. സ്കാൽപ്പിൽ തേച്ച പോലെ തന്നെ നമ്മൾ മുടിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. മുടിയുടെ അറ്റത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. കാരണം സ്പ്ലിറ്റൻസ് എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. അപ്പോൾ മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരുവിധം സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ മുടിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഓയിൽ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഇന്നത്തെ ദിവസം ഇപ്പോൾ ചലഞ്ചൊക്കെ തുടങ്ങുന്ന ദിവസം ഇങ്ങനെ ഓയിൽ തേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം മുടിയൊക്കെ ചിലപ്പം പൊഴിയും കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എനിക്ക് തന്നെ ഉണ്ടോ, ഞാനിന്ന് പിന്നെ തേക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മുടി പൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ഈ ഒരു പിന്നെ ഓണ സമയത്തുള്ള ഹെയർ കെയറിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഒട്ടും കെയർ ചെയ്തിട്ടില്ല. ഷാമ്പൂ ഒക്കെ ഞാൻ അടുപ്പിച്ചൊക്കെ യൂസ് ചെയ്തു കേട്ടോ. കാരണം മുടിയൊന്ന് പാറിപ്പറന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഹെയർ കെയർ ചെയ്യാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത്യാവശ്യം ഞാൻ മുടി ചീകിയപ്പോൾ ഒരുവിധം മുടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എണ്ണ തേക്കുന്ന സമയത്തും അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻ്റെ മുടി പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനിത് കാണിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിത് കുറച്ചൊരു ഹെയർ ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ചധികം മുടി പോയാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് 30 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ചിലവർക്ക് ഭയങ്കര ടെൻഷനാണ്, ഇങ്ങനെ മുടിയിൽ ഓയിൽ തേച്ചുകൊണ്ട് മുടി പോകുമ്പോൾ. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓയിൽ തേച്ചിട്ട് ചെറിയ രീതിയിലൊരു മസാജിങ്ങും കൂടി കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. ഒരു മസാജിങ് എന്ന് പറയുമ്പോൾ ഞാൻ സമയമൊന്നും പറയില്ല. അപ്പോൾ എല്ലാവരും സമയം ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 3 മിനിറ്റൊക്കെ നേരം, അങ്ങനെ ഇത്ര സമയമൊന്നുമില്ല, ഒരു 2-3 മിനിറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ടൊരു മസാജിങ് കൊടുത്തിട്ട് കെട്ടി വെക്കാം. ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഓയിൽ നമ്മുടെ മുടിയിൽ പിടിക്കട്ടെ. പിന്നെ ഒട്ടും തണുപ്പൊക്കെ പറ്റാത്ത ഒരു നീരിറക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർ അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ തന്നെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഓയിൽ നമ്മുടെ മുടിയിൽ പിടിക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇന്നൊരു നാച്ചുറൽ കണ്ടീഷണർ തയ്യാറാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കെമിക്കൽ കണ്ടീഷണർ ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ടീഷണർ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നാച്ചുറൽ കണ്ടീഷണറാണ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നാച്ചുറൽ കണ്ടീഷണർ ഉപയോഗിക്കാം. നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കെമിക്കൽ കണ്ടീഷണർ ആണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് തയ്യാറാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലോവേരയുടെ ജെല്ല് എടുക്കുന്നുണ്ട്. അലോവേരയുടെ ജെല്ല് നമുക്ക് ഒരു സ്പൂൺ നിറച്ചും എടുക്കാം കേട്ടോ. ചെറിയ സ്പൂണാണെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ നിങ്ങൾ എടുത്താൽ മതി.
അപ്പം ഞാനിത് അവിടെ നിറച്ച് വാങ്ങിക്കുന്ന അലവേറ ജെല്ലാണ്. നിങ്ങൾക്ക് ഫ്രഷ് അലവേറ ജെല്ല് കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിതാ ഒരു സ്പൂൺ നിറച്ച് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അലവേറ ജെല്ല് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ കളർലെസ് ആയിട്ടുള്ള അലവേറ ജെല്ലാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച അലവേറ ജെല്ലിന് ചെറിയൊരു ഒരു പച്ചക്കളർ വന്നിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ആ ബോട്ടിലിൻ്റെ കളറാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഹെയറിലേക്കുള്ള കളർലെസ് ആയിട്ടുള്ള അലവേറ ജെല്ല് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഒരു കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഒരു 2 ഡ്രോപ്പ് കറക്റ്റ് വരുമോ എന്ന് എനിക്കറിയില്ല. ഒരുപാടായി പോരുത് കേട്ടോ, കാരണം ഇത് കണ്ടീഷണറാണ്. അപ്പം ചെറിയ രീതിയിൽ ഇത് ഒരു 2 ഡ്രോപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ. ഇപ്പം എൻ്റെ കയ്യിൽ വൈറ്റമിൻ ഇ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്താൽ മതി. അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഒരു വൈറ്റ് ഇതിലേക്ക് വരും കേട്ടോ. കറക്റ്റ് കളർലെസ് ആയിട്ടുള്ള അലവേറ ജെല്ലാണെങ്കിൽ ഒരു വൈറ്റ് കളറിലേക്ക് വരും. അപ്പോൾ ഇത് ഒരുവിധം കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് അലവേറ ജെല്ലെടുത്ത് തയ്യാറാക്കാം. അപ്പോൾ കണ്ടീഷണർ ഇത്രയ്ക്ക് സിമ്പിളാണ്, നമുക്ക് അങ്ങനെ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടീഷണർ ഉപയോഗിക്കണം, അതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടീഷണറൊക്കെ തയ്യാറാക്കി. അപ്പോൾ ഇനി ഓയിൽ കുറച്ച് നേരം മുടിയിൽ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി കഴുകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മുടി കഴുകുന്നത്. നമ്മൾ മുടിയിൽ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ അല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് മുടിയിലേക്ക് ഉപയോഗിക്കരുത്. ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഷാമ്പു ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. മുടിയിൽ 1 കപ്പ് വെള്ളം ആദ്യം ഉപയോഗിച്ചിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. നമ്മുടെ മുടിയിൽ തേച്ചിട്ടുള്ള ഓയിൽ മൊത്തം റിമൂവ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ കൈ ഉപയോഗിച്ച് മസാജ് ചെയ്തിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി നന്നായിട്ട് കഴുകിയ മുടിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് കളയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടീഷണർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കെമിക്കൽ കണ്ടീഷണർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ ആണെങ്കിൽ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മുടിയിലും സ്കാൽപ്പിലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ടീഷണറും നമ്മുടെ മുടിയിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകണം കേട്ടോ. കണ്ടീഷണർ അംശമൊന്നും നമ്മുടെ മുടിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. അപ്പൊ നമ്മുടെ ചലഞ്ചിലെ ഡേ 1 നമ്മൾ മുടിയിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇന്നത്തെ ദിവസം വൈകുന്നേരം നിങ്ങൾ മുടിയിൽ നൈറ്റ് ഹെയർ കെയർ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇന്ന് അത്യാവശ്യം മസാജിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുടി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഹെയർ സെറം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഹെയർ സെറം എടുത്തിട്ട് മുടിയിൽ തേച്ചിട്ട് കെട്ടി വെച്ചാൽ മതി. അത്ര മാത്രം ഇന്നത്തെ ദിവസം ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ദിവസം നമ്മുടെ ചലഞ്ചിൽ ഡേ 2 നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. അന്നത്തെ ദിവസം മുടി കഴുകാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ മുടി കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കേട്ടോ മുടി കഴുകാറുള്ളത്. അപ്പോൾ ഡേ 2 നമ്മൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നമ്മൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം. പറ്റുമെങ്കിൽ നാളെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. മോർണിംഗ് നമ്മൾ പാക്ക് ചെയ്യാത്ത ദിവസം ചലഞ്ചിൽ എങ്ങനെയാണ് മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്യേണ്ടതെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പം നമ്മുടെ ചലഞ്ചിനെ കുറിച്ചോ നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങളെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.